എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇന്ന് രാവിലെ ഒരു വീഡിയോ അയച്ചു തന്നു. ആ ഒരു വീഡിയോയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്ന 2-3 കണ്ടസ്റ്റൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പൊ ഇന്നലെ എന്തോ സോഷ്യൽ മീഡിയയിലോ ഏതോ ഇൻസ്റ്റയിലോ നമ്മുടെ യൂട്യൂബിലോ എവിടെയോ വന്നൊരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. സോ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് എൻ്റെ ഒരു കുറച്ച് സംശയങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. നിങ്ങൾക്കും അതാണ് തോന്നുന്നത്, ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പില് ഒരു 2-3 കണ്ടസ്റ്റൻസ്, ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒരു കാരണവശാലും മോശം കമന്റുകൾ, ലൈക്ക് അവരെ തെറി പറഞ്ഞിട്ടുള്ള കമന്റുകൾ ഞാനിവിടെ അംഗീകരിച്ചതായിട്ടില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ്. കുത്തിയിടി തെറിയൊക്കെ ടൈപ്പ് ചെയ്യുന്നവരുടെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. തെറി ഒന്നും വിളിക്കരുത്. നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം ഒരു കാര്യത്തെ തുടർന്ന്. അല്ലാതെ വെറുതെ ചുമ്മാ അവരുടെ വീട്ടിലിരിക്കുന്നവരെ തെറി പറയുന്ന ആ പരിപാടിയോട് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ ഈ വീഡിയോ ക്ലിപ്പ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം, ലൈക്ക് നിങ്ങൾക്ക് അറിയാം, ഒരു 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഹെലനോസ് പാർത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്. ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റി. അബദ്ധം അല്ല, അത് പണ്ടത്തരം പറ്റി. അപ്പോ അതുമായിട്ട് അപ്പൊ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ? ബ്രോ, ഞാനത് സപ്പോർട്ട് ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനും കൂടെ കുത്തി ചെയ്യുന്നതിനെ തെറി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാരും പറയുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഞാനും കൂടെ എടുത്തു വെച്ചങ്ങ് തെറി പറയുന്നില്ല. ഞാൻ അതിന്റെ ആ ഒരു ടോപ്പിക് എടുത്തു വെച്ച് ചെയ്ത ഒരാളെ ഞാൻ കുറച്ചും കൂടെ അയാളുടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആ കുട്ടി ചെയ്തതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്റെ വീഡിയോയിൽ. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആ കുട്ടിക്ക് അറിയാതെ മണ്ടത്തരം കാണിച്ചടേ, അത്രേ ഉള്ളൂ. മണ്ടത്തരങ്ങളോട് ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആ കൊച്ചും കാണിച്ചു. പക്ഷെ തിരക്കേണ്ടതായിരുന്നു. ഒരിക്കലും മണ്ടത്തരൻ, ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യത്തിൽ പോയി ചാടിയിട്ട് മണ്ടത്തരം പറ്റിയെന്നൊന്നും പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. തിരക്കിയിട്ടേ പൈസ കിട്ടുമെന്നും പറഞ്ഞ് എടുത്ത് ചാടരുത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് വിടുക. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ, ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ക്ലിപ്പില് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതപ്പോ ഈ ഒരു ഹെലനോസ് പാർട്ട എന്ന് പറയുന്ന പെൺകുട്ടിക്കിട്ടുള്ള ഒരു കുത്താണോ എന്നുള്ള ഒരു സംശയം എനിക്ക്, എന്റെ മാത്രം ഒരു സംശയമാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഈ ക്ലിപ്പ് ഒന്ന് കാണിച്ചാൽ ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, തെറി നോ തെറി. ഓക്കെ, കമന്റ് ബോക്സിൽ തെറി വേണ്ട, വിമർശിക്കുക. ഓക്കെ, കണ്ടോ? എന്ത് പഠിച്ചിരുന്നാളോ ജാസ്മിൻ പറഞ്ഞേ? കിട്ടിയാ? ഇല്ല. ജാസ്മിൻ, ജാസ്മിൻ ജാഫർ ഇങ്ങനെ നിങ്ങളറിയാത്ത പല വാഗ്ദാനങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഡെയിലി പേയ്മെന്റ് പോലും ജാസ്മിന് വേണ്ട, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വീതിച്ച് തരുന്ന പറഞ്ഞൊരു ജാസ്മിൻ ഉണ്ടായിരുന്നു. ചുമ്മാളാ നാട്ടുകാരെ. ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പൊരു സന്തോഷമുണ്ടോ? അല്ല ഇപ്പൊരു സന്തോഷമുണ്ടോ? അല്ല ഇപ്പത്തെ നിമിഷത്തിന് സന്തോഷമുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞ ന്യൂസ് കേട്ട സന്തോഷമില്ലേ? അതൊരു പ്രത്യേക ന്യൂസാണ്. അത് നിങ്ങൾ ജാസ്മിന്റെ ബ്ലോഗിലൂടെ തന്നെ അംഗീകാരമാണ്. ആണല്ലേ? ട്രോഫി എല്ലാവർക്കും ഉണ്ടല്ലേ? എത്ര മുട്ട വെച്ചു? എത്ര മുട്ട? ലോഡ് കണക്കിന് മുട്ട. എനിക്കൊന്നും ചെയ്യേണ്ടതില്ല, ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരാൾക്കും എതിരെ കാണുന്നില്ല. പക്ഷെ പടച്ചോൻ കൃത്യസമയത്ത് എല്ലാവർക്കും കിട്ടേണ്ട പാപം വായിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് സന്തോഷം. അപ്പൊ കേട്ടല്ലോ നിങ്ങള്. ഞാനിപ്പം അതിനകത്ത് ആ ഒരു പെൺകുട്ടിയെ ഞാനൊന്നും പറയുന്നില്ല. കാരണം അവളുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. കിട്ടാവുന്നതിന്റെ മാക്സിമം മേടിച്ചു കൂട്ടി. അപ്പം ആ കുട്ടിയെ കുത്തി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുട്ടി, നമ്മൾ മനുഷ്യനാണ്, സന്തോഷിക്കും. അതിനകത്ത് ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല. എന്നാൽ ഇവരപ്പോ ഈ പറയുന്ന എന്തോ മുട്ടയിൽ വെച്ചു കൊടുത്തു എന്നൊക്കെയാണ് അണ്ണൻ ചോദിക്കുന്നത്. അതിനകത്തൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ന്യൂസ് കേട്ടപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് നമ്മുടെ അണ്ണൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ സന്തോഷമായെന്ന് ആ കുട്ടിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കെതിരെ എന്തൊക്കെയോ പണി ചെയ്തവർക്കാണ് ഈ അടി കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു കോൺവെർസേഷൻ നിന്ന് മനസ്സിലാവും. അപ്പൊ വേറെ കാര്യങ്ങളൊന്നും അല്ല. ഈ കുട്ടിക്കെതിരെ സംസാരിച്ചതോ ഈ കുട്ടി എന്തൊക്കെയോ പറഞ്ഞ ആളുകളിൽ ആർക്കോ കിട്ടിയ ഒരു പണി, അതാണ് അവിടെ സന്തോഷമായിട്ട് മാറിയിരിക്കുന്നത്.
അപ്പൊ എന്റെ ഈ ഒരു അറിവില്, എന്റെ ഒരു കുഞ്ഞറിവില് ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ അറിഞ്ഞത് വെച്ച്, സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞത് വെച്ച് ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ആ കുട്ടി ഈ ഒരു വ്യക്തിക്കെതിരെ, ഈ ഒരു പെൺകുട്ടിക്കെതിരെ വീഡിയോകൾ ചെയ്ത ഒരാളാണ്. അപ്പൊ ആ ഒരു കാരണം അത് നമ്മുടെ അണ്ണൻ അത് പറഞ്ഞപ്പോഴാണോ ഇനി ഇങ്ങനെ ഒരു പണി കിട്ടിയിരിപ്പുണ്ട് ആ കൊച്ചിനെ എന്ന് അവരുടെ കോൺവെർസേഷന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴാണോ ഇനിയും ഈ ഒരു പെൺകുട്ടിക്ക് സന്തോഷമായത്? എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വൈൽഡ് ഗസസ്, എന്റെ ഒരു കുറച്ച് സംശയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ പറയണം കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്കിത് കേട്ടപ്പോൾ അതാ തോന്നിയത്. വേറെ പ്രത്യേകിച്ച് നമ്മളാരും അറിഞ്ഞിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരു കേസ് ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ വേറെ കുറച്ച് യൂട്യൂബേഴ്സ്, കുറച്ച് ആളുകളൊക്കെ കുറച്ച് കോൺവെർസേഷൻസ് ഞാൻ കേട്ടു. പക്ഷെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ടോക്കുകൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ടൊന്നും, അത് മോശമാണ്, ഞാൻ അത് ചെയ്യില്ല. പക്ഷെ അതിനകത്തൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടെ ഈ ഒരു സംസാരത്തിനിടയ്ക്ക് പറയുന്നത് ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ തകർച്ചയെ പറ്റിയാണെങ്കിൽ അതിനകത്ത് ആ കാണിക്കുന്ന പെൺകുട്ടിയെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിനക്ക് നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, നേരത്തെ ആ കാര്യം കേട്ടപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനാണ് ഏറ്റവും സൂപ്പർ എന്ന് ഞാൻ പറയും. കാരണം ആ ചേട്ടന്റെ സുഹൃത്താണ് ഈ സ്പാർട്ട എന്ന് പറയുന്ന കുട്ടി എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. അതുപോലെ നമുക്കറിയാം, വളരെ കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, ഡൂഡു ആണ്. അപ്പൊ ആ ഡൂഡുവിന്റെ ഒരു തകർച്ചയിൽ ഈ അണ്ണൻ ഇപ്പുറത്തോടെ മറ്റേ അവിടെയും ചവിട്ടും ഞാൻ, ഇവിടെയും ചവിട്ടും ഞാൻ, ആ ഒരു മോഡ് കളിക്കുന്ന പോലെ. അയ്യോ കരണ്ട് പോയി, അപ്പോ ഓട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്തായാലും. അപ്പൊ എന്തായാലും ആ ഒരു മോഡ് കളിക്കുന്ന പോലെ ഒരു സാധനമായി എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നിയത് കേട്ടോ. നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം പറ. എനിക്ക് പ്രോപ്പർലി എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ ഇവിടെയും ചവിട്ടും, ഞാൻ അവിടെയും ചവിട്ടും. കാരണം ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ വേറെ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അത് ആ പെൺകുട്ടി ഇപ്പൊ അതിനകത്ത് കാണിക്കുന്ന, വീഡിയോയിൽ കാണിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ബ്ലോഗിൽ വന്ന് പറയുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ കുട്ടിയെ എതിർത്ത ആള്, കുട്ടിയെ ഒരുപാട് മോശമാക്കിയ ആളുകൾക്കൊക്കെ പണി കിട്ടി തുടങ്ങി എന്നൊക്കെ വല്ലതായിരിക്കും ആ കുട്ടി പറയാൻ പോകുന്നത്. വേറെ നമ്മുടെ അറിവിലൊന്നും നടന്നിട്ടില്ല കേട്ടോ, നമ്മുടെ അറിവില്ല. പിന്നെ വൃത്തിക്ക് ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ആ കുട്ടിയെ എന്തോ ഉപദ്രവിച്ച ആളുകൾക്കൊക്കെയാണ് പണി കിട്ടുന്നതിൽ സന്തോഷം, ദൈവം എന്തോ പാപ്പം വായി വെച്ച് കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ കുട്ടിയോട് എനിക്ക് കുട്ടിയോട് ഒന്നേ ഉള്ളൂ, കുട്ടി എന്താ പറയുക, അങ്ങനെ പണി കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടിയത് കുട്ടിയുടെ കർമ്മ, അത്രേ ഉള്ളു. അങ്ങനെ അതൊന്നും മനസ്സിലാക്കാതെ അപ്പൊ കുട്ടിക്ക് കിട്ടിയത് മാത്രം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ദ്രോഹിച്ചത്. ഞാൻ ദ്രോഹിച്ചിട്ടില്ല, എന്നാലും പറയാം, യൂട്യൂബേഴ്സിലുള്ള ആളുകളും ആരൊക്കെയോ ഉപദ്രവിച്ചവർ കാണും. ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ, മോളെ കാണും, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും എല്ലാം അങ്ങ് ബാക്കിയുള്ളവരുടെ തെറ്റ് എന്ന് പറയരുത്, അത് വളരെ മോശം. പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം ആളുകൾക്ക് നിങ്ങളോട് ഹേറ്റ് ഒന്നും വരത്തിലിടൂ. ഞാനതൊരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ മാത്രം നമുക്ക് കുറെ പേരുടെ നിനക്കെതിരെ തിരിക്കാനൊക്കെ പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിഞ്ഞുകൂടാ. ആളുകൾക്കും ഒരു മെന്റാലിറ്റി, ആളുകളും കണ്ടപ്പോൾ ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പറയുമ്പോഴത്തേക്ക് വെറുപ്പ് കൂടുള്ളൂ, അതിനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഇവിടെ യൂട്യൂബേഴ്സ് പറയുന്നതുകൊണ്ട് മാത്രം ഒരാളോട് ദേഷ്യം വരാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് മെയിൻലി തോന്നിയത്, അവിടെയും ഇവിടെയും ചവിട്ടുന്ന ഒരു അണ്ണനെ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റി. അത് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്കത് തോന്നി. നിങ്ങൾ പറ കേട്ടോ, അങ്ങനെ വല്ലതും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം. എനിക്കത് തോന്നി, നല്ല രീതിയിൽ എനിക്ക് തോന്നി. ഇവിടെ കാരണം കഴിഞ്ഞ ദിവസം ഇരുന്ന് മറ്റേ പൊക്കി ഇപ്പുറത്തിരുന്ന് മറ്റേ ഡൂഡു എന്റെ ഡൂഡു എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഈ ഒരു പരിപാടി കാണിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഈ വീഡിയോ കണ്ടത് വെച്ചിട്ട് അതിനകത്ത് വേറെ ആരെയും പറ്റിയും പറയുന്നതായിട്ട് തോന്നിയില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഈ കുട്ടിക്കെതിരെ നിന്ന് ആരെയോ കുട്ടി അങ്ങനെ പറയുന്നു, എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് ഈ ഒരു വ്യക്തിയെ മാത്രമേ കണക്ട് ചെയ്ത് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാനത് പറയുന്നു. നിങ്ങൾ ബാക്കി പറ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ. എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംശയം തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ ഇനിയും ബാക്കി പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചില ആൾക്കാരുടെ സംശയമുണ്ട്, ഞാൻ ബിഗ് ബോസ് ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണാത്തതിന്റെ കുഴപ്പമല്ല. പിന്നെ ആ വീഡിയോ നിങ്ങൾ കാണത്തില്ല, കാരണം നിങ്ങൾക്ക് ആർക്കും അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മതി. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കാണാത്തതിന് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കാണുക, അതിനും കൂടെ സപ്പോർട്ട് തരിക. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബ്ലണ്ടർ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരിക. ഓക്കെ.